أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وعباد الرحمن الذين يمشون على الأرض هونا وإذا خاطبهم الجاهلون قالوا سلاما. സ്നേഹധന്യരായ വിശ്വാസികളെ, അല്ലാഹുവിൻ്റെയും അവൻ്റെ പ്രവാചകന്റെയും വിധിവിലക്കുകളും നിയമ നിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ രഹസ്യ പരസ്യ മേഖലകളിൽ കഴിവിൻ്റെ പരമാവധി സൂക്ഷിച്ചുകൊണ്ട് യഥാർത്ഥ മുത്തഖീങ്ങളായി ജീവിച്ചു മരിക്കാൻ അങ്ങേയറ്റം പരിശ്രമിക്കണേ എന്ന് എന്നോടും നിങ്ങളോടും വസിയ്യത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ് സർവശക്തൻ തൗഫീഖ് ചെയ്യുമാറാകട്ടെ. സഹോദരങ്ങളെ, വിശുദ്ധ ഖുർആനിലെ 25-ാം അധ്യായം സൂറത്തുൽ ഫുർഖാൻ 63-ാമത്തെ വചനമാണ് ഞാൻ ഓതി വെച്ചത്. കഴിഞ്ഞ 2 ഖുതുബകളിലും നാം ചർച്ച ചെയ്തത് ഈ ആയത്തായിരുന്നു. വഇബാദുർ റഹ്മാൻ, പരമകാരുണ്യകന്റെ ദാസന്മാർ, അല്ലദീന യംശൂന അലൽ അർദി ഹൗന, അവരുടെ ഒന്നാമത്തെ സവിശേഷത ഭൂമിയിലൂടെ വിനയത്തോടുകൂടി നടക്കുന്നവരായിരിക്കും. അതേ ആയത്തിൽ തന്നെ മറ്റൊരു സവിശേഷത കൂടി വിശുദ്ധ ഖുർആൻ പറയുകയാണ്. വഇദാ ഖാതബഹുൽ ജാഹിലൂന ഖാലൂ സലാമ. വഇദാ ഖാതബഹും, അവരെ അഭിമുഖീകരിച്ചാൽ, അവരെ നേരിട്ടാൽ, ആരാണ് അൽ ജാഹിലൂന, ജാഹിലീങ്ങളായ വിവരമില്ലാത്ത ആളുകൾ അവരെ അഭിമുഖീകരിക്കുകയാണെങ്കിൽ, ഖാലു, അവർ പറയും, സലാമ, സലാം, സമാധാനമായ വാക്കായിരിക്കും ഇബാദുർ റഹ്മാനിന്റെ മറുപടി എന്നാണ് വിശുദ്ധ ഖുർആൻ ഇവിടെ പറയുന്നത്. ജാഹിലീങ്ങളായ വിവരമില്ലാത്ത അജ്ഞന്മാരായ ആളുകൾ ഇബാദുർ റഹ്മാനുമായി സംസാരിക്കുകയാണെങ്കിൽ അവർ പറയുന്നതിന് അനുസരിച്ചുള്ള വിവരക്കേടുകൾ തിരിച്ചു പറയാതെ ഏറ്റവും മാന്യമായതും സമാധാനപരമായതുമായ വാക്കുകളായിരിക്കും ആര് പറയുക? ഇബാദുർ റഹ്മാൻ പറയുക. അതല്ലാതെ ഇങ്ങോട്ട് പറയുന്നതിനനുസരിച്ചുള്ള വിഡ്ഢിത്തരങ്ങളോ മര്യാദഘട്ട വാക്കുകളോ ഒന്നും തന്നെ ആര് ഉപയോഗിക്കുന്നതല്ല, ഇബാദുർ റഹ്മാൻ ഉപയോഗിക്കുന്നതല്ല. ഇങ്ങോട്ട് മോശമായി പറഞ്ഞാൽ പോലും ക്ഷമയും വിട്ടുവീഴ്ചയും കൈക്കൊണ്ടുകൊണ്ട് തന്നെ വളരെ സമാധാനപരമായ വാക്കുകളായിരിക്കും അവർ ഉപയോഗിക്കുക. അഥവാ അവരുടെ നാവിൽ നിന്ന്, അവരുടെ വായിൽ നിന്ന് മോശമായ ഒരു വാക്ക് പുറത്തു വരികയില്ല. മഹാനായ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം റോഡിലൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഒരു മൃഗത്തെ കാണുകയാണ്. അത് പന്നിയാണ് എന്നൊക്കെ പറയപ്പെടുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. ആ മൃഗത്തോടെ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു, നീ ശാന്തമായി പോവുക എന്ന് പറഞ്ഞു. വഴിയിൽ നിന്ന് മറ്റൊരാൾ ഇത് കാണാനിടയായി. ആ മനുഷ്യൻ ഈസാ അലൈഹിസ്സലാമിനോട് ചോദിക്കുകയാണ്, നിങ്ങൾ എന്താണ് ഈ മൃഗത്തോട് അഥവാ പന്നിയോടാണോ നിങ്ങൾ സംസാരിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞ മറുപടി, മോശമായത് പറയുക എന്റെ ശീലമായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു എന്നാണ്. അവർ മൃഗത്തോട് പോലും ഒരു വർത്തമാനം പറയേണ്ടി വന്നാൽ ആരോടാണെങ്കിലും തന്റെ നാവിൽ നിന്ന് മോശമായത് പറയുന്ന അത്തരമൊരു ശീലം തനിക്ക് ഉണ്ടാകാതിരിക്കാൻ വളരെ ശ്രദ്ധയോടുകൂടി ഓരോ വാക്കുകളും ഉപയോഗിച്ചവരാണ്
ജാഹിലികളുമായി സംസാരിക്കേണ്ടി വന്നാൽ സമാധാനപരമായ മറുപടി നൽകുന്നവരാണ് ഇബാദുർ റഹ്മാൻ. നല്ലത് പറയുക എന്നുള്ളത് ഈമാനിൽ പെട്ടതായി, ഈമാനിന്റെ ഭാഗമായിട്ടാണ് മഹാനായ അസ്റഫുൽ ഖൽഖ് നബിയുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് വിശദീകരിച്ചു തരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു വശമാണിത്. ഇത് എന്റെയും നിങ്ങളുടെയും ഈമാനിൽ പെട്ടതാണ് എന്ന് മനസ്സിലാക്കിയിട്ടായിരിക്കണം ഈ വിഷയത്തെക്കുറിച്ചുള്ള ഖുതുബ നാം ഓരോരുത്തരും ശ്രമിക്കേണ്ടത്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഫൽയഖുൽ ഖൈറൻ ഔ ലിയസ്മുത്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ, ആർ അല്ലാഹുവിൽ വിശ്വസിക്കുന്നുവോ, അന്ത്യദിനത്തിൽ വിശ്വസിക്കുന്നുവോ, ഫൽയഖുൽ ഖൈറ, അവൻ നല്ലത് പറയട്ടെ എന്നാണ്. അല്ലാഹുവിലും ആഖിറത്തിലും വിശ്വസിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഞാനും നിങ്ങളും ഈമാൻ കാര്യങ്ങൾ അംഗീകരിക്കുന്നവരാണെങ്കിൽ ആ ഈമാൻ കാര്യങ്ങളിൽ ഒന്നാമത്തേതായി നമ്മളെല്ലാവരും പഠിച്ചത് അൻ തുഅ്മിന ബില്ലാഹ്, അല്ലാഹുവിലുള്ള വിശ്വാസമാണ്. ആ ഈമാൻ കാര്യങ്ങളിൽ അഞ്ചാമത്തേത് വൽ യൗമിൽ ആഖിർ, ആഖിറത്തിലുള്ള വിശ്വാസമാണ്. ആ അല്ലാഹുവിലും ആഖിറത്തിലും വിശ്വസിക്കുന്നുവോ ഫൽയഖുൽ ഖൈറ, അവൻ നല്ലത് പറയട്ടെ. ഇനി നല്ലത് പറയാനില്ലെങ്കിൽ ഔ ലിയസ്മുത്, അവൻ എന്ത് ചെയ്യട്ടെ, മിണ്ടാതിരിക്കട്ടെ, സൈലന്റ് ആയിരിക്കട്ടെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇബാദുർ റഹ്മാനിന്റെ സവിശേഷത അവരുടെ നാവിൽ നിന്ന് മോശമായതൊന്നും പുറത്തു വരില്ല. വഇദാ ഖാതബഹുൽ ജാഹിലൂന ഖാലൂ സലാമ, സമാധാനപരമായ വാക്കുകൾ, സമാധാനത്തിന്റെ സന്ദേശങ്ങൾ ഇങ്ങോട്ട് പറയുന്നതിൽ ഒപ്പിച്ച് അങ്ങോട്ട് പറയുന്നവരല്ല ഇബാദുർ റഹ്മാൻ. മഹാനായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെല്ലാവരും ആ പ്രവാചകനെ വിശേഷിപ്പിക്കാറുള്ളത് അസ്റഫുൽ ഖൽഖ് എന്നാണ്. സൃഷ്ടികളിൽ ഏറ്റവും ശ്രേഷ്ഠനായ മാന്യനായ വ്യക്തിത്വമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ ഖുർആൻ ആ പ്രവാചകന് നൽകുന്ന ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ട്, വഇന്നക ലഅലാ ഖുലുഖിൻ അദീം. വിശുദ്ധ ഖുർആൻ നൽകിയ സർട്ടിഫിക്കറ്റ് ആണ്. പ്രവാചകനെ തീർച്ചയായും താങ്കൾ ഏറ്റവും മഹത്തായ അതിമഹത്തായ സ്വഭാവത്തിന്റെ ഉടമയാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പോലും സർട്ടിഫൈ ചെയ്തു. മഹാനായ നബിയുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പ്രവാചകന്റെ സ്വഭാവ മഹിമ, ഏറ്റവും നല്ല സ്വഭാവത്തിന്റെ ഉടമ. വിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞത് നമുക്ക് കാണാം, വലൗ കുൻത ഫദ്ദൻ ഗലീദൽ ഖൽബി ലൻഫദ്ദൂ മിൻ ഹൗലിക. നബിയെ, താങ്കൾ ഒരു പരുഷ സ്വഭാവിയും കഠിന ഹൃദയനുമായിരുന്നുവെങ്കിൽ ജനങ്ങൾ താങ്കളിൽ നിന്ന് വേറിട്ട് പോകുമായിരുന്നു എന്ന് അല്ലാഹുവിന്റെ പ്രവാചകനെ കുറിച്ച് വിശുദ്ധ ഖുർആൻ ഓതിത്തരികയാണ്. ഏറ്റവും നല്ല സ്വഭാവത്തിന്റെ ഉടമ. പ്രവാചകനെ ചീത്ത വിളിച്ച ആളുകളുണ്ട്, പ്രവാചകനെ തെറി പറഞ്ഞ ആളുകളുണ്ട്, പ്രവാചകനെ കുറിച്ച് അപവാദം പറഞ്ഞു നടന്ന ആളുകളുണ്ട്. അവരോടൊക്കെ സലാം, സമാധാനപരമായ മറുപടി നൽകാൻ ലോകത്തിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സാധിച്ചിരുന്നു എന്നുള്ളതാണ്. നമുക്കറിയാമല്ലോ പ്രവാചകന്റെ ചരിത്രം. വൃദ്ധയായ ഒരു സ്ത്രീ ഒരു വിറക് കെട്ട് തന്റെ തലയിൽ ഏന്തിക്കൊണ്ട് നടന്നു പോവുകയാണ്. മഹാനായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ സ്ത്രീയെ കാണുകയാണ്. ആ സ്ത്രീയുടെ അടുക്കലേക്ക് ചെന്നു. എന്നിട്ട് പറഞ്ഞു, ഉമ്മ, ഞാൻ നിങ്ങളെ സഹായിക്കാം. ആ വിറക് കെട്ട് ഞാൻ എന്റെ തലയിലേറ്റാം. എവിടേക്കാണ് എത്തിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഞാൻ എത്തിച്ചു തരാം. ആ വിറക് കെട്ടുകൾ സ്വന്തം തലയിലേറ്റി പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഉമ്മയുടെ വീട് വരെ നടക്കുകയാണ്. അവിടെ കൊണ്ടുപോയി ആ വിറക് കെട്ടുകൾ ഇറക്കി വെച്ചപ്പോൾ ആ സ്ത്രീ മഹാനായ പ്രവാചകനോട് പറയുകയാണ്, മോനെ, എന്റെ കയ്യിൽ തരാൻ ഒന്നുമില്ല, ഇതിന് പ്രതിഫലമായി നിനക്ക് തരാൻ എന്റെ കയ്യിലൊന്നുമില്ല. പക്ഷേ ഞാൻ നിനക്ക് ഒരു ഉപദേശം തരാം. പ്രവാചകനെ തിരിച്ചറിയാത്ത ആ വൃദ്ധയായ സ്ത്രീ പ്രവാചകനോട് പറയുകയാണ്, നാട്ടിൽ മുഹമ്മദ് എന്ന് പേരുള്ള ഒരു മനുഷ്യൻ കറങ്ങി നടക്കുന്നുണ്ട്. അവൻ നമ്മുടെ ആദർശത്തെ, നമ്മുടെ വിശ്വാസങ്ങളെ വലിച്ചെറിയാൻ ആവശ്യപ്പെടുന്നവനാണ്. പാരമ്പര്യ വിശ്വാസങ്ങളെല്ലാം ചീത്ത പറയുന്നവനാണ്. അതുകൊണ്ട് മോനെ, നീ ഒരിക്കലും അവന്റെ കൂട്ടത്തിൽ പെട്ടുപോകരുത് എന്ന് മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം
നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്ന ഈ വ്യക്തിയാണ് എന്ന് ലോകത്തിന്റെ പ്രവാചകന്റെ മറുപടി. ഖുർആൻ പറയുകയാണ്, നബിയേ, താങ്കൾ ഒരു പരുഷ സ്വഭാവിയും കഠിന ഹൃദയനുമായിരുന്നുവെങ്കിൽ ജനങ്ങൾ താങ്കളിൽ നിന്ന് വേറിട്ട് പോകുമായിരുന്നു. അതേ പ്രവാചകനെ കുറിച്ച് ഖുർആൻ പറഞ്ഞത് വഇന്നക ലഅലാ ഖുലുഖിൻ അളീം, താങ്കൾ ഏറ്റവും മഹത്തായ സ്വഭാവത്തിന്റെ ഉടമയെന്ന് വിശുദ്ധ ഖുർആൻ ആ പ്രവാചകനെ പറ്റി പറഞ്ഞു. ഇബാദുർ റഹ്മാൻ, പരമകാരുണ്യന്റെ ദാസന്മാർ, ഇങ്ങോട്ട് ആരെങ്കിലും ആക്ഷേപിച്ചാൽ അവർ തിരിച്ച് ആക്ഷേപിക്കുകയില്ല, ഇങ്ങോട്ട് തെറി പറഞ്ഞാൽ തിരിച്ച് തെറി പറയുകയില്ല. വൈദാ ഖാതബഹുൽ ജാഹിലൂന ഖാലൂ സലാമ, ജാഹിലീകളുമായി നേരിടേണ്ടി വന്നാൽ സമാധാനപരമായ മറുപടി നൽകുന്നവനാണ് ഇബാദുർ റഹ്മാൻ എന്ന് വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തി. നിർഭാഗ്യവശാൽ ഈ പറഞ്ഞ ഗുണം എന്നിൽ നിന്നും നിങ്ങളിൽ നിന്നെല്ലാം നഷ്ടപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുകയാണ്. ആരെങ്കിലും ഒന്ന് പറഞ്ഞാൽ രണ്ടല്ല നാല് നമുക്ക് പറയണം. എന്നാൽ തന്നെ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ ആലോചിക്കുകയാണ്, അത്രയും പറഞ്ഞാൽ പോരായിരുന്നു, കുറച്ചുകൂടി പറയേണ്ടതായിരുന്നു, ഇനിയൊരു അവസരം കിട്ടട്ടെ, ഞാൻ വിടില്ല, ഞാൻ മനസ്സിൽ കണക്ക് കൂട്ടിയിട്ടുണ്ട്, എല്ലാം കൂടി ഞാൻ ഒന്നിച്ചു കൊടുക്കും. ഇങ്ങനെയായിരിക്കും നമ്മുടെയൊക്കെ ചിന്തകൾ കടന്നു പോവുക. പറഞ്ഞതിൽ കുറ്റബോധമില്ല, പറഞ്ഞുപോയതിൽ ഖേദമില്ല. ചീത്ത പറഞ്ഞാൽ അത് കുറഞ്ഞുപോയി എന്നോർത്ത് സങ്കടപ്പെടുകയാണ്. ഇനി കൂടുതൽ പറയാനായി ഒരു അവസരം കിട്ടാനായി കാത്തിരിക്കുകയാണ്. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുമായി വഴിയിൽ വെച്ച് ഒരാൾ തർക്കത്തിൽ ഏർപ്പെട്ടു. അറിയാതെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ നാവിൽ നിന്ന് അദ്ദേഹത്തിന് ഇഷ്ടമില്ലാത്ത അനിഷ്ടകരമായ പറയാൻ പാടില്ലാത്തൊരു വാക്ക് സിദ്ദീഖുൽ ആദമിന്റെ നാവിൽ നിന്ന് പെട്ടെന്ന് വീണുപോയി. മനുഷ്യനാണല്ലോ, സ്വാഭാവികമായും കുറവുകൾ കടന്നു വരാം. എല്ലാം തികഞ്ഞവരായി മനുഷ്യരുടെ കൂട്ടത്തിൽ ഒരാളും ഉണ്ടാകില്ല. അമ്പിയാക്കളൊഴികെ അവരിൽ തന്നെ മാനുഷികമായ വീഴ്ചകൾ സംഭവിക്കാമെന്നതിന് ഒരുപാട് ഉദാഹരണങ്ങൾ ചരിത്രത്തിലുണ്ട്. മഹാനായ സിദ്ദീഖുൽ ആദമിന്റെ നാവിൽ നിന്നൊരു വാക്ക് മറ്റേ വ്യക്തിക്ക് ഇഷ്ടമില്ലാത്തൊരു വാക്ക് പറഞ്ഞുപോയി. സിദ്ദീഖുൽ ആദമിന് ആകെ ബേജാറായി. ഞാൻ പറയാൻ പാടില്ലായിരുന്നല്ലോ, പെട്ടെന്നുള്ള ദേഷ്യത്തിൽ ഞാൻ അങ്ങനെ പറഞ്ഞുപോയി, എന്ത് ചെയ്യും, എന്താണ് പരിഹാരം? ആകെ ടെൻഷനായി, ആകെ ബേജാറായി. ഉടൻ തന്നെ ആ സഹോദരനോട് പറഞ്ഞു, സഹോദര, ഞാൻ നിങ്ങളെ വിളിച്ച അതേ വാക്ക് നിങ്ങളെ എന്നെയും തിരിച്ചു വിളിക്കുക. ആ മനുഷ്യൻ തിരിച്ചു വിളിക്കാൻ തയ്യാറായില്ല. പ്രശ്നം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിലെത്തി. പ്രവാചകൻ പറഞ്ഞു, താങ്കൾ അബൂബക്കറിനെ തിരിച്ച് ആ വാക്ക് തന്നെ ഉപയോഗിക്കേണ്ടതില്ല, വിളിക്കേണ്ടതില്ല. നേരെ മറിച്ച് അബൂബക്കറെ, താങ്കൾക്ക് അല്ലാഹു പുറത്തു തരട്ടെ എന്ന് താങ്കൾ പറയണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോഴാണ് മഹാനായ സിദ്ദീഖുൽ അക്ബറിന് സമാധാനമായത്. ഇനി നമ്മുടെ ജീവിതത്തിലേക്ക് വാ, നമ്മുടെയൊക്കെ ശൈലിയിലേക്ക് വാ, നമ്മുടെ സ്വഭാവത്തിലേക്ക് വാ. തെറിക്ക് തെറി, ചീത്തക്ക് ചീത്ത. എന്താണോ ഇങ്ങോട്ട് പറഞ്ഞത്, തൊഴിക്ക് തൊഴി. ഇങ്ങോട്ട് തല്ലിയാൽ രണ്ടെണ്ണം അങ്ങോട്ട്, ഇങ്ങോട്ട് ഒന്ന് പറഞ്ഞാൽ നാലെണ്ണം അങ്ങോട്ട്. എന്നാൽ പോലും പറഞ്ഞിട്ട് എനിക്ക് മതിയായില്ല. അവന് അതൊന്നും കൊടുത്താൽ പോരായിരുന്നു, രണ്ടെണ്ണം കൊടുത്താൽ പോരായിരുന്നു, അവനെ ചവിട്ടിക്കൂട്ടണമായിരുന്നു. കൊടുത്തത് പറഞ്ഞത് കുറഞ്ഞു പോയല്ലോ എന്ന ബേജാറാണ് നമുക്കെങ്കിൽ മുൻഗാമികൾക്ക് അങ്ങനെയല്ല. അവരുടെ നാവിൽ നിന്ന് എന്തെങ്കിലും ഒന്ന് വീണു പോയാൽ അവർക്ക് ആകെ ബേജാറായിരുന്നു. അത്രമാത്രം സൂക്ഷ്മതയോടെ ഓരോ വാക്കുകളും ഉപയോഗിച്ചവരായിരുന്നു മുൻഗാമികൾ. ഇബാദുർ റഹ്മാൻ വൈദാ ഖാതബഹുൽ ജാഹിലൂന ഖാലൂ സലാമ, ജാഹിലീകളോട് സംസാരിക്കേണ്ടി വന്നാൽ ഏറ്റവും നല്ല സമാധാനപരമായ ഖൗല്, വാക്കുകൾ ഉരിയാടുന്നവരായിരുന്നു അവർ. വിശുദ്ധ ഖുർആനിലെ ഒരു വചനം, വലാ തസ്തവിൽ ഹസനതു വല സയ്യിഅ, നന്മയും തിന്മയും ഒരിക്കലും സമമാവുകയില്ല. ഇദ്ഫഅ ബില്ലതി ഹിയ അഹ്സൻ, ഏറ്റവും നല്ലതേതോ അതുകൊണ്ടാണ് നീ തിന്മയെ തടുക്കേണ്ടത്. തിന്മയെ തിന്മ കൊണ്ടല്ല നേരിടേണ്ടത്, തിന്മയെ നന്മ കൊണ്ടാണ് നീ നേരിടേണ്ടത്. എങ്കിൽ ഫൈലല്ലദീ ബൈനക വബൈനഹു അദാവത്തുൻ കഅന്നഹു വലിയ്യുൻ ഹമീം, നീയും മറ്റൊരാളും തമ്മിൽ നിങ്ങൾ രണ്ടുപേർക്കിടയിൽ ശത്രുത ഉണ്ടെങ്കിൽ ആ ശത്രുത നീങ്ങിപ്പോകാനും നിങ്ങൾ ഉറ്റബന്ധുവായി നല്ല സുഹൃത്തുക്കളായി മാറാനും അത് നിങ്ങൾക്ക് ഉപകരിക്കുമെന്നത് വിശുദ്ധ ഖുർആനിന്റെ അധ്യാപനമാണ്. തിന്മയെ തിന്മ കൊണ്ടല്ല നേരിടേണ്ടത്.
എന്നാണ് വിശുദ്ധ ഖുർആന്റെ പ്രയോഗം. നമ്മളൊക്കെ മുഅ്മിനീങ്ങളാണോ? നമ്മളൊക്കെ വിശ്വാസികളാണോ? വിശുദ്ധ ഖുർആൻ വിശ്വാസികളെ എന്ന് വിളിച്ചിട്ട് നമുക്കൊരു ഉപദേശം തരികയാണ്. യാ അയ്യുഹല്ലദീന ആമനൂ, ഈമാനുള്ളവരെ, വിശ്വാസികളെ, ഇത്തഖുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം. വഖൂലൂ ഖൗലൻ സദീദാ, നിങ്ങൾ നല്ല വാക്ക് പറയണം, മാന്യമായ വാക്ക് പറയണം, ഏറ്റവും ശുദ്ധമായ പദപ്രയോഗങ്ങൾ നിങ്ങൾ നടത്തണം. മുൻഗാമികളെ നിങ്ങൾ പരിശോധിച്ചു നോക്കൂ. നന്മ പറയാൻ വേണ്ടി അവർ ഒരുമിച്ച് കൂടി, നന്മ ചർച്ച ചെയ്യാൻ വേണ്ടി അവർ ഒരുമിച്ച് കൂടി, ഈമാൻ വർദ്ധിപ്പിക്കാൻ വേണ്ടി അവർ ഒരുമിച്ച് കൂടി. ഇന്ന് നമ്മൾ ഒരുമിച്ച് കൂടുന്നത് എന്തിനാ? തെറി പറയാൻ, ചീത്ത പറയാൻ, കോമഡി പറയാൻ, മറ്റുള്ളവരെ പരിഹസിക്കാൻ, അവന്റെ കുറ്റം പറയാൻ, അവന്റെ കുറവുകൾ അന്വേഷിക്കാൻ, അവനെ കുറിച്ചുള്ള പരദൂഷണം കേൾക്കാൻ. ഇങ്ങനെ തിന്മയുടെ മജ്‌ലിസിലാണ് ഇന്ന് ഞാനും നിങ്ങളുമെല്ലാം ഒരുമിച്ച് കൂടിക്കൊണ്ടിരിക്കുന്നത്. മുൻഗാമികൾ ദീൻ പറയാൻ വേണ്ടിയായിരുന്നു അവർ ഒരുമിച്ച് കൂടിയത്. അവരുടെ വർത്തമാനത്തിൽ കളവുണ്ടായില്ല, അവരുടെ വർത്തമാനത്തിൽ വഞ്ചനകൾ ഉണ്ടായിരുന്നില്ല, അവരുടെ വർത്തമാനത്തിൽ ആളുകളെ ചിരിപ്പിക്കാൻ വേണ്ടി എക്സ്ട്രാ ഫിറ്റിംഗ്സ് ചെയ്യുന്നവരായിരുന്നില്ല. ഇന്ന് നമ്മുടെയൊക്കെ ശൈലി എന്താ? മതം പറയുന്ന, മതം പ്രസംഗിക്കുന്ന, വഅദ് പറയുന്ന വാഇദീങ്ങളെ പോലും നാം എടുത്തു നോക്കിയാൽ അവർ പറയുന്ന കോമഡികൾക്ക് കൈ കടക്കില്ല. എന്തിനാ? ആളുകളെ ചിരിപ്പിക്കണം, ഒരു അട്രാക്ഷൻ ഉണ്ടാകാൻ, ജനങ്ങളുടെ ആ ശ്രദ്ധ തന്നിലേക്ക് ആകർഷിക്കാൻ വേണ്ടി, ജനങ്ങളുടെ ശ്രദ്ധ തന്നിലേക്ക് തിരിക്കാൻ വേണ്ടി ആളുകളെ കൊപ്പിച്ച് കൊഴുപ്പിച്ച് സംസാരിക്കുന്ന ആളുകളെയാണ് രാഷ്ട്രീയ മേഖലകളിൽ മാത്രമല്ല മതരംഗത്ത് പോലും നമുക്ക് കാണാൻ കഴിയുന്നത്. പറഞ്ഞു കൂട്ടുന്ന തോന്നിയാസങ്ങൾക്കും കളവുകൾക്കും കയ്യും കടക്കുമില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വൈലുൽ ലിമൻ യുഹദ്ദിസു ഫയക്ദിബു ലിയുദ്ഹിക ബിൽ ഖൗം വൈലുൽ ലഹു വൈലുൽ ലഹു. മൂന്ന് വട്ടം അവിടുന്ന് പറഞ്ഞു, അവന് നാശം, അവന് നാശം, അവന് നാശം. ആർക്കാണ്? സംസാരിക്കുമ്പോൾ ആളുകളെ ചിരിപ്പിക്കാൻ വേണ്ടി കളിയായി തമാശയായി കളവ് പറയുന്നവന് നാശം, നാശം, നാശം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മളെല്ലാ തോന്നിയാസവും പറഞ്ഞിട്ട് അവസാനം ഒരു വെപ്പുണ്ട്. ഒന്നും വിചാരിക്കരുതിട്ടാ, വെറുതെ പറഞ്ഞതാ, തമാശക്ക് പറഞ്ഞതാ. പ്രവാചകൻ പറയാൻ, ആളുകളെ ചിരിപ്പിക്കാൻ വേണ്ടി, കോമഡിക്ക് വേണ്ടി തമാശയായി കളവ് പറയുന്നവൻ അവന് നാശം, നാശം, നാശം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് നമ്മുടെ നാവിൽ നിന്ന് പുറത്തു വരുന്ന ഓരോ വാക്കുകളും വളരെ ശ്രദ്ധയോടുകൂടി ഉപയോഗിക്കാൻ നമുക്ക് കഴിയണം. ഹലകൽ മുനത്തിഊൻ ഖാലഹാ സലാസ. അവിടെന്ന് പറഞ്ഞു, വായാളികൾ നശിച്ചത് തന്നെ. വാദോരാതെ സംസാരിക്കുന്ന ആളുകൾ, തുരുതുരാതെ സംസാരിക്കുന്ന ആളുകൾ, വേണ്ടുന്നതും വേണ്ടാത്തതും, ആവശ്യത്തിനും അനാവശ്യത്തിനും, നന്മക്കും തിന്മക്കും എല്ലാത്തിനും പോയി തലയിട്ട് കൊടുക്കും. അങ്ങനെ ഒരു സ്വഭാവമുണ്ട് പൊതുവെ ഒരു മനുഷ്യന്. ഒരു മുസൽമാന്റെ സ്റ്റാൻഡ് എന്തായിരിക്കണം? പ്രവാചകന്റെ ഒരു ഹദീസിൽ നമുക്ക് കാണാം, മിൻ ഹുസ്നി ഇസ്ലാമിൽ മർഇ തർക്കുഹു മാ ലാ യഅനി. ഒരു മനുഷ്യന്റെ ഇസ്ലാം നന്നാകുന്നതിന്റെ ലക്ഷണമാണ് അവൻ ആവശ്യമില്ലാത്തത് വിട്ടുകളയുക, ഉപേക്ഷിക്കുക എന്നുള്ളത്. ചില ആളുകളെ പറ്റി നമ്മൾ പറയാറുണ്ട്, എന്തു ഏറ്റെടുത്തോളൂ, എന്തിനുണ്ടാവും, എല്ലാ കാര്യത്തിലും മുമ്പ് തരട്ടോ. പ്രവാചകൻ പറയാൻ, തനിക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ വിട്ടുകളയുക എന്നുള്ളത് ഒരു മനുഷ്യന്റെ ഇസ്ലാം നന്നാകുന്നതിന്റെ ലക്ഷണമാണ്. നമ്മുടെയൊക്കെ ഇസ്ലാം നന്നായോ? നമ്മുടെയൊക്കെ ഈമാൻ നന്നായോ? എല്ലാത്തിലും പോയി തലയിട്ട് കൊടുക്കുന്ന ഒരു സ്വഭാവ ശൈലിയാണ് എന്റെയും നിങ്ങളുടെയും. തിരിച്ചു വരണം ഇബാദുർ റഹ്മാനിന്റെ സവിശേഷതയിലേക്ക്. വൈദാ ഖാതബഹുൽ ജാഹിലൂന ഖാലൂ സലാമ. വാ തുറക്കുന്നുവെങ്കിൽ നല്ലതേ നിങ്ങൾ പറയാൻ പാടുള്ളൂ. വിശുദ്ധ ഖുർആനിൽ സത്യവിശ്വാസികൾ എന്ന പേരിൽ ഒരു അധ്യായം, ഖുർആന്റെ 23-ാം അധ്യായം, ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ. തീർച്ചയായും സത്യവിശ്വാസികൾ വിജയിച്ചിരിക്കുന്നു, വിജയിച്ചു കഴിഞ്ഞു അവർ. ഖുർആന്റെ പ്രഖ്യാപനം. എന്നിട്ട് വിജയിക്കാനുണ്ടായ കാരണങ്ങൾ ഓരോന്ന് ഖുർആനിൽ എണ്ണി പറയുമ്പോൾ, അല്ലദീന ഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ വല്ലദീന ഹും അനിൽ ലഗ്വി മുഅ്രിദൂൻ. ആ മുഅ്മിനീങ്ങൾ വിജയിക്കാനുള്ള ഒരു കാരണം, വല്ലദീന ഹും അനിൽ ലഗ്വി മുഅ്രിദൂൻ, വ്യർത്ഥമായ കാര്യങ്ങളെ തൊട്ട് അവർ തിരിഞ്ഞു നടക്കുന്നവരാണ്. മോശമായ അനാവശ്യമായ കാര്യങ്ങൾ കണ്ടാൽ അതിലേക്ക്
ഇതാണ് വിശ്വാസികളുടെ നിലപാട്. വിശുദ്ധ ഖുർആൻ മറ്റൊരു സ്ഥലത്ത് പറഞ്ഞു, വൈദാ സമിഉ, അവർ കേട്ടാൽ അല്ലഹുവ, വ്യർത്ഥമായ അനാവശ്യമായ മോശമായ കാര്യങ്ങൾ അവർ കേൾക്കാനിട വന്നാൽ അഅറദു അൻഹു, അവർ അതിനെ തൊട്ട് തിരിഞ്ഞു കളയുന്നവരാണ്. നമ്മളിപ്പോ നടന്നു പോവാൻ എന്തെങ്കിലും ഒന്ന് കണ്ടു കേട്ടു, നമ്മൾ ചോദിക്കണം എന്താണ് പ്രശ്നം. അപ്പൊ നല്ലൊരു മനുഷ്യൻ നമ്മളോട് പറയണം അങ്ങോട്ട് പോകണ്ട, അത് നമുക്ക് പറ്റിയ കേസല്ല. അപ്പൊ നമുക്ക് ആ ടെൻഷൻ. എന്നാലും എന്തായിരിക്കും, അതൊന്ന് കണ്ടേ പറ്റൂ, അതൊന്ന് കേട്ടേ പറ്റൂ, അതൊന്ന് അറിഞ്ഞേ പറ്റൂ. നമ്മൾ അവിടെ പോയി തലയിടാതെ വരില്ല. ഇതാണ് നമ്മുടെ സ്വഭാവം. ഖുർആൻ പറയാ, വൈദാ സമിഉൽ ലഗ്വ അഅറദു അൻഹു, വ്യർത്ഥമായ കാര്യങ്ങൾ അവർ കേൾക്കാൻ വന്നാൽ അവർ അവിടെ നിന്ന് തിരിഞ്ഞു നടക്കുന്നവരാണ്. മാത്രമല്ല വഖാലു, ആ വിശ്വാസികൾ പറയും, ലനാ അഅമാലുനാ, ഞങ്ങൾക്ക് ഞങ്ങളുടെ കർമ്മം, വലക്കും അഅമാലുക്കും, നിങ്ങൾക്ക് നിങ്ങളുടെ കർമ്മം, സലാമുൻ അലൈക്കും, നിങ്ങൾക്ക് സലാം, ലാ നബ്തഗിൽ ജാഹിലീൻ, ഞങ്ങൾക്ക് ജാഹിലീങ്ങൾ ആവശ്യമില്ല. വിവരമില്ലാത്ത ആളുകളെ എന്തെങ്കിലും കാട്ടിക്കൂട്ടുന്നു എന്ന് കരുതി റോഡിൽ ഒരു മനുഷ്യൻ കള്ളു കുടിച്ച് തുണിയില്ലാതെ നഗ്നത കാണിച്ച് തെറി പറയുന്ന കണ്ടാൽ ലഹരി മരുന്നിന് അടിമപ്പെട്ട് സ്വബോധം നഷ്ടപ്പെട്ട് എന്തെങ്കിലും കാട്ടിക്കൂട്ടുന്നത് കണ്ടാൽ അവൻ അവിടെ കിടന്ന് കാട്ടട്ടെ, അത് എന്നെ ബാധിക്കുന്ന വിഷയമല്ല. അവന്റെ മത്തറങ്ങാതെ ഞാൻ അവനെ ഉപദേശിച്ചിട്ട് കാര്യമില്ല. പിന്നെ അവിടെ പോയി അവനെ ഇടയ്ക്ക് അവനെ കൊണ്ട് കുറെ കാണിച്ചു കൂട്ടി അങ്ങനെ ചിരിച്ച് ചിരിപ്പിച്ച് അങ്ങനെ ഇടപെടേണ്ടവരല്ല വിശ്വാസികളായ ആളുകൾ. അതാണ് ഒരു കവി പറഞ്ഞത്, വഇൻ ബുലീത ബിശഖ്സിൻ ലാ ഖലാഖ ലഹു, ദുസ്വഭാവിയായ ഒരു മനുഷ്യൻ മുഖേന നീ പരീക്ഷിക്കപ്പെട്ടാൽ ഫകുൻ കഅന്നക ലം തസ്മഅ വലം യഖുൽ, നീയൊന്നും കണ്ടിട്ടില്ല, നീയൊന്നും കേട്ടിട്ടില്ല, നീയൊന്നും പറഞ്ഞിട്ടില്ല. ആ നിലക്കായിരിക്കണം നിന്റെ നിലപാട് എന്ന് വളരെ കൃത്യമായി മുൻഗാമികൾ വിശദീകരിച്ചു തരികയാണ്. വഇദാ ഖാതബഹുൽ ജാഹിലൂന ഖാലൂ സലാമാ, വിവരമില്ലാത്ത ആളുകളെ നേരിടേണ്ടി വന്നാൽ സമാധാനപരമായത് പറയും. അതായിരുന്നു ഇബാദുർ റഹ്മാനിന്റെ നിലപാട്. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി ആയിഷ ബിബി റളിയല്ലാഹു അൻഹ പറയുന്ന ഒരു വാചകം നമുക്ക് കാണാം. പ്രവാചകന്റെ സ്വഭാവത്തെ കുറിച്ച് പറയാ, ലം യകുൻ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫാഹിഷൻ വലാ മുതഫഹിഷ വലാ സഖാബൻ ഫിൽ അസ്വാഖ് വലാ യജ്സി ബിസ്സയ്യിഅതി സയ്യിഅ വലാകിൻ യഅഫു വയസ്ഫഹ്. ആരാ പറയുന്നത്? ഭാര്യയാണ് പറയുന്നത്, ആയിഷ ബിബി റളിയല്ലാഹു അൻഹ. പ്രവാചകൻ മോശമായത് പറയുകയോ മ്ലേച്ഛമായ പ്രവൃത്തിയിൽ ഏർപ്പെടുകയോ ചെയ്യുന്ന ആളായിരുന്നില്ല. അനാവശ്യമായത് പറയില്ല, പ്രവർത്തിക്കുകയുമില്ല. നമ്മളെ പറ്റി നമ്മളുടെ ഭാര്യയോട് ചോദിച്ചോക്കെ, വേണ്ടാത്തതേ പറയും. എന്നെ നിങ്ങളെ പറ്റി നമ്മുടെ വീട്ടിലുള്ളവരോട്, മക്കളോട് ചോദിച്ചാല്, ഭാര്യയോട് ചോദിച്ചാല്, ഉമ്മാനോട് ഉപ്പാനോട് ചോദിച്ചാല് അവർക്ക് എന്തായിരിക്കും എന്നെ നിങ്ങളെ പറ്റി പറയാനുണ്ടാവുക? വേണ്ടുന്ന കാര്യത്തിലൊന്നും ഈ മനുഷ്യൻ ഇടപെടില്ല, വേണ്ടാത്തതിലൊക്കെ വന്നിട്ട് പ്രശ്നം ഉണ്ടായിക്കോളും. ഇങ്ങനെയായിരിക്കും നമ്മളെ പറ്റി പറയാ. പ്രവാചകന്റെ ഭാര്യ പറയാ, മോശമായത് പറയില്ല, മോശമായ പ്രവൃത്തികളിൽ ഏർപ്പെടുകയില്ല. വലാ സഖാബൻ ഫിൽ അസ്വാഖ്, അങ്ങാടികളിൽ ശബ്ദകോലാഹലം ഉണ്ടാക്കുന്ന ആളുമായിരുന്നില്ല. നമ്മളോ 2 കിലോമീറ്റർ അപ്പുറത്തെത്തിയാൽ ഇവിടെയുള്ള ആളറിയും. ഈ ജാതി കോലാഹലം ഉണ്ടാക്കിയിട്ടായിരിക്കും റോഡിലേക്ക് ഇറങ്ങുന്നത് അല്ലെങ്കിൽ വീട്ടിലേക്ക് തിരിച്ചു വരുന്നത്. ആയിഷ ബിബി വീണ്ടും പറയാം, വലാ യജ്സി ബിസ്സയ്യിഅതി സയ്യിഅ, തിന്മയെ തിന്മ കൊണ്ട് നേരിട്ടിരുന്നുമില്ല. നമ്മുടെയൊക്കെ പറഞ്ഞത് അവൻ പറഞ്ഞിട്ടാണ് ഞാൻ പറഞ്ഞത്, അവൻ അങ്ങനെ കാണിച്ചത് കൊണ്ടാണ് ഞാൻ അങ്ങനെ കാണിച്ചത്. പിന്നെ അവനും നമ്മളും തമ്മിൽ എന്താ വ്യത്യാസം? ഇങ്ങോട്ട് മോശമായത് പറഞ്ഞാലും വഇദാ ഖാതബഹുൽ ജാഹിലൂന ഖാലൂ സലാമാ, ജാഹിലീങ്ങൾ തങ്ങളെ നേരിട്ടാൽ സമാധാനപരമായതാണ് ഇബാദുർ റഹ്മാൻ തിരിച്ചു പറയുക. അപ്പൊ ഇങ്ങോട്ട് നല്ലത് പറയുമ്പോ തിരിച്ചങ്ങോട്ട് നല്ലത് പറയുന്നതിൽ വല്ല മഹത്വമുണ്ടോ? ഇല്ല. ഇങ്ങോട്ട് ഒരാൾ മോശമായി പറയുമ്പോ അങ്ങോട്ട് നല്ലത് പറയുമ്പോഴാണ് നിന്റെ ക്വാളിറ്റി, നിന്റെ സ്റ്റാൻഡ്, നിന്റെ സ്വഭാവം നന്നാവുക. അപ്പോഴാണ് നല്ല സ്വഭാവത്തിന്റെ ഉടമയായി മാറുക. ആയിഷ ബിബി വീണ്ടും പറയുക, പ്രവാചകന്റെ ശൈലി വലാകിൻ യഅഫു വയസ്ഫഹു, മാപ്പ് നൽകുക, വിട്ടുവീഴ്ച ചെയ്യാം. ഇതായിരുന്നു പ്രവാചകന്റെ ശൈലി. നമ്മളാണെങ്കിലും ഞാൻ പുറത്തു കൊടുക്കൂല, അവനോട് മാത്രം ഞാൻ മാപ്പാക്കൂല. എത്രയൊക്കെയാണെങ്കിൽ അവനെന്റെ അന്യനല്ലേ, എന്റെ പെങ്ങളല്ലേ, എന്റെ മനസ്സിന് അത്ര വിഷമമുണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ അവളോട്
വിളിച്ചില്ല. ഇത്ര നിസ്സാരായ കാര്യങ്ങൾക്ക് വേണ്ടി ക്ഷമിക്കാതെ, സഹിക്കാതെ, വിട്ടുവീഴ്ച ചെയ്യാതെ നീയാണോ മുഅ്മിൻ? നീയാണോ മുസ്ലിം? ഖുർആൻ എടുത്തിട്ട് മറിച്ചു നോക്ക്. 25-ാം അധ്യായം ഇബാദുർ റഹ്മാൻ, പരമകാരുണ്യന്റെ ദാസന്മാരുടെ സവിശേഷത. അല്ലദീന യംശൂന അലൽ അർദി ഹൗന, ഭൂമിയിലൂടെ വിനയത്തോടെ നടക്കുന്നു. വൈദാ ഖാതബഹുൽ ജാഹിലൂന ഖാലൂ സലാമ, ജാഹിലികൾ ഇങ്ങോട്ട് വന്നാൽ പോലും അങ്ങോട്ട് സമാധാനപരമായ മറുപടി. ഇതാണ് ഇബാദുർ റഹ്മാനിന്റെ ശൈലി. അവരാണ് സ്വർഗ്ഗത്തിന്റെ ആളുകൾ. നമ്മളോ? പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നരകത്തിലാണല്ലോ കൂടുതൽ, ഭൂരിപക്ഷം നരകത്തിലാണ്. നമുക്കൊക്കെ അറിയാം ഭൂരിപക്ഷം അവിടെ നരകത്തിലാണ്. ഈ കൂടുതൽ ആളുകൾ നരകത്തിൽ പോകാൻ കാരണം എന്താ? പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്ന സ്വഹാബത്തിനോട്, അതദറൂന മാ അക്സറു മാ യുദ്ഖിലുൻ നാസ അൻ-നാറ അൽ അജ്വഫാൻ അൽ ഫർജു വൽ ഫഹു. കൂടുതൽ ആളുകൾ നരകത്തിൽ പ്രവേശിക്കാനുള്ള കാരണം എന്താണെന്ന് നിങ്ങൾക്കറിയോ? പൊള്ളയായ രണ്ട് വസ്തുക്കളാണ്. ഒന്നവന്റെ നാവാണ്, മറ്റൊന്നവന്റെ ലൈംഗിക അവയവമാണ്. ഭൂരിഭാഗവും നരകത്തിൽ പോകാൻ കാരണം ഈ രണ്ട് അവയവങ്ങളാണ്. പ്രവാചകന്റെ മറ്റൊരു ഹദീസിൽ കാണാം, മൻ യദ്മനു ലി മാ ബൈന ലഹ്യൈഹി വമാ ബൈന റിജ്ലൈഹി അദ്മനു ലഹുൽ ജന്ന. രണ്ട് കാര്യം നിങ്ങൾ എനിക്ക് ഉറപ്പെന്നാ തിരിച്ചു സ്വർഗ്ഗം ഞാൻ ഉറപ്പ് തരാം. അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, രണ്ട് കാര്യത്തിൽ നിങ്ങൾ ഉറപ്പ് തന്നാൽ നിങ്ങൾക്ക് സ്വർഗം തരാമെന്ന വിഷയത്തിൽ ഞാൻ ജാമ്യക്കാരനാകാം. നിങ്ങളുടെ നാവും നിങ്ങളുടെ ലൈംഗിക അവയവവും വേണ്ടാത്ത മാർഗത്തിൽ നിങ്ങൾ വിനിയോഗിക്കാൻ പാടില്ല. അതുകൊണ്ട് നമ്മുടെ നാവിൽ നിന്ന് വരുന്നത് ഖൗലൻ സലാമ, നല്ല വാക്കുകളായിരിക്കണം. ഖൗലൻ സദീദ, ഖൗലൻ മഅറൂഫ. ഇതെല്ലാം വിശുദ്ധ ഖുർആനിന്റെ പ്രയോഗങ്ങളാണ്. വൈദാ ഖാതബഹുൽ ജാഹിലൂന ഖാലൂ സലാമ. അതുകൊണ്ട് നമ്മുടെ നാവിൽ നിന്ന് നല്ലതേ വരാൻ പാടുള്ളൂ. ഇങ്ങോട്ട് പറയുന്നതിനനുസരിച്ച് അവിടെ പറയാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബത്തും എല്ലാവരും ഇരിക്കുന്ന ഒരു സദസ്സ് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അടക്കമുണ്ട്. ആ സദസ്സിൽ വെച്ച് ഒരാൾ വന്നിട്ട് അബൂബക്കർ റളിയല്ലാഹുവിനെ ചീത്ത വിളിച്ചു. ഒന്നും മിണ്ടിയില്ല. രണ്ടാമതും വിളിച്ചു. സിദ്ദീഖുൽ ആദം ഒന്നും മിണ്ടിയില്ല. മൂന്നാമതും വിളിച്ചു. അവ കൈവിട്ടു പോയി. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആ മനുഷ്യനെ തിരിച്ചു വിളിച്ചു. ഒന്നാമത് ക്ഷമിച്ചു, രണ്ടാമത് ക്ഷമിച്ചു, മൂന്നാമത് വിളിച്ചപ്പോൾ തിരിച്ചു വിളിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സദസ്സിൽ നിന്ന് എഴുന്നേറ്റ് പോയി കളഞ്ഞു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ബേജാറായി. സിദ്ദീഖുൽ ആദം പ്രവാചകന്റെ പിന്നാലെ ഓടി, നബിയെ എന്റെ ഭാഗത്ത് വല്ല തെറ്റുണ്ടായോ? അങ്ങേക്ക് വിഷമമുണ്ടാക്കുന്ന എന്തെങ്കിലും? പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ആ മനുഷ്യൻ നിങ്ങളെ ചീത്ത പറഞ്ഞപ്പോഴെല്ലാം മലക്കുകൾ അത് തടുക്കുന്നുണ്ടായിരുന്നു. നിങ്ങൾ തിരിച്ചു വിളിച്ചപ്പോൾ മലക്കുകൾ തിരിച്ചുപോയി. അതാണ് ഞാൻ സദസ്സിൽ നിന്ന് എഴുന്നേറ്റ് പോയത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതായിരിക്കണം ഒരു മുസൽമാന്റെ നിലപാട്. അനാവശ്യമായ കാര്യങ്ങളിൽ ഏർപ്പെടാൻ പോകാതെ ആവശ്യത്തിന് മാത്രം സംസാരിക്കുന്ന, സംസാരിച്ചാൽ തന്നെ ഏറ്റവും മുന്തിയ വർത്തമാനം പറയുന്ന, ഖുർആൻ പരിചയപ്പെടുത്തിയ ഇബാദുർ റഹ്മാൻ, വഇദാ ഖാതബഹുൽ ജാഹിലൂന ഖാലൂ സലാമ. ജാഹിലികൾ തങ്ങളുമായി സംസാരിക്കാൻ വന്നാൽ, അവർ നേരിടേണ്ടി വന്നാൽ സമാധാനപരമായ വാക്ക് പറയുന്നവരാണ് ഇബാദുർ റഹ്മാൻ എന്ന് വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുമ്പോൾ ഈ ഒരു ക്വാളിറ്റി, ഈ ഒരു സ്വഭാവ സവിശേഷത നിലനിർത്താൻ നാം പരിശ്രമിക്കുക. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على محمد وعلى آل محمد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ഒരിക്കൽ കൂടി അല്ലാഹുവിന്റെ വിലക്കുകൾ ജീവിതത്തിൽ സൂക്ഷിക്കുന്ന മുത്തഖീകളായി തീരുവാൻ ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. സഹോദരങ്ങളെ, ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ഒരിക്കൽ ഹഫ്സ ബീവി റളിയല്ലാഹു അൻഹയെ പറ്റി ഖസീറ എന്നൊരു പ്രയോഗം നടത്തി.
ഖസീറ എന്ന് പറഞ്ഞാൽ കുറിയവൾ അഥവാ പൊക്കം കുറഞ്ഞവൾ, കുള്ളത്തി എന്ന ഒരു പദപ്രയോഗം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് കേട്ടു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറുപടി, ആയിഷ നീ പറഞ്ഞ വാക്കുണ്ടല്ലോ, ലഖദ് ഖുൽതി കലിമതൻ ലൗ മുസിജത് ബിമാഇൽ ബഹരി ലമുസിജതു. നീ പറഞ്ഞ വാക്ക് സമുദ്രത്തിൽ കൊണ്ടുപോയി മുക്കിയാൽ സമുദ്രജലം മുഴുവനും മലിനമായി തീരാൻ നീ പറഞ്ഞ ആ ഒറ്റ പദപ്രയോഗം തന്നെ മതി എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്തേ പറഞ്ഞുള്ളൂ? കുറിയവൾ, ഉള്ളത്തി എന്ന ഒറ്റ പ്രയോഗം. അപ്പൊ നമ്മളൊക്കെ പറഞ്ഞു കൂട്ടിയത് എത്രയാണ്? നമ്മുടെയൊക്കെ നാവിൽ നിന്ന് പുറത്തു വന്നത് എന്തൊക്കെയാണ്? മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഇന്നൽ അബ്ദ ലാ യതകല്ലമു ബിൽ കലിമതി മിൻ റിദ്വാനില്ലാ ലാ യുൽഖി ലഹാ ബാല യർഫഉ അല്ലാഹു ബിഹാ ദറജാതി. ഒരു അടിമ, ഒരു മനുഷ്യൻ അവന്റെ നാവ് കൊണ്ട് പറയുന്ന ഒരു വാക്ക്, ആ വാക്കിന് അവന്റെ നാവ് കൊണ്ട് അവൻ പറയുന്ന ഒരു നന്മ, അല്ലാഹുവിന്റെ റിളാ തൃപ്തി ലഭിക്കാൻ ഉതകുന്ന നല്ലൊരു വാക്ക് ഒരാൾ പറഞ്ഞു, ആ വാക്കിന് വേണ്ടത്ര ഗൗരവം പരിഗണനയൊന്നും അവൻ കൊടുത്തിട്ടുണ്ടാവില്ല. ഇത്ര വലിയ നന്മയാണ് ഞാൻ പറഞ്ഞത് എന്നൊന്നും അവൻ മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല. പക്ഷേ ആ ഒരൊറ്റ വാക്ക് അല്ലെങ്കിൽ ഒരു സെന്റൻസ് അത് മതി, അത് മുഖേന അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് പദവികൾ അവന് ഉയർത്തി കൊടുക്കാൻ. നമ്മുടെ നാവ് കൊണ്ട് ഒരു പക്ഷേ നമ്മൾ പറയുന്നത് സുബ്ഹാനല്ലാഹ്. യൂനുസ് നബി അലൈഹിസ്സലാത്തു വസ്സലാം കടലിൽ നിന്ന് കരയിലേക്ക് രക്ഷപ്പെടാൻ, മത്സ്യത്തിന്റെ വയറ്റിൽ നിന്ന് രക്ഷപ്പെടാനുള്ള കാരണം എന്താ? ഫലൗലാ അന്നഹു കാന മിനൽ മുസബ്ബിഹീൻ ലലബിത ഫീ ബത്നിഹി ഇലാ യൗമി യുബഅസ്. മത്സ്യത്തിന്റെ വയറ്റിൽ കിടന്ന അദ്ദേഹം അല്ലാഹുവിനെ തസ്ബീഹ് ചെയ്തില്ലായിരുന്നെങ്കിൽ, സുബ്ഹാനല്ലാഹ് പറഞ്ഞില്ലായിരുന്നെങ്കിൽ, ഉയർത്തെഴുന്നേൽപ്പിന്റെ നാൾ വരെ ആ മത്സ്യത്തിന്റെ വയറ്റിൽ അദ്ദേഹത്തിന് കഴിഞ്ഞുകൂടേണ്ടി വരുമായിരുന്നു. സുബ്ഹാനല്ലാഹ്, ഒരൊറ്റ സെന്റൻസാണ്. ഇതാണ് പ്രവാചകൻ പറയുന്നത്. നിങ്ങളുടെ നാവ് കൊണ്ട് നിങ്ങൾ പറയുന്ന ഒരു കാര്യം ഇത്ര മാത്രം വലിയ നന്മയാണോ എന്നൊന്നും നിങ്ങൾ കരുതിയിട്ടുണ്ടാവില്ല. യൂനുസ് നബി അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞ ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ, ആ ഒരൊറ്റ വാചകം നോക്ക് നിങ്ങൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് ആഖിറത്തിലും ഉന്നതമായ ദർജകൾ അല്ലാഹു നിങ്ങൾക്ക് ഉയർത്തി തരും. അതുകൊണ്ട് നല്ലതേ പറയാവൂ. ഏതൊരു പ്രവാചകൻ പറഞ്ഞു, വഇന്നൽ അബ്ദ ലാ യതകല്ലമു ബിൽ കലിമതി മിൻ സഖത്തില്ലാ ലാ യുൽഖി ലഹാ ബാല യഹ്വി ബിഹാ ഫീ ജഹന്നം. ഒരു മനുഷ്യൻ തന്റെ നാവ് കൊണ്ട് പറയുന്ന അല്ലാഹുവിന്റെ കോപം, ദേഷ്യം വിളിച്ചു വരുത്തുന്ന മോശമായ ഒരു വാക്ക്, ഇത്ര വലിയ തെറ്റാണ് ഞാൻ പറഞ്ഞത് എന്നൊന്നും അവൻ കരുതിയിട്ടുണ്ടാവില്ല. പക്ഷേ അത് മതി അവൻ എവിടെ എത്താൻ? നരകത്തിലെത്താൻ. നിങ്ങൾക്ക് നിസ്സാരമായി തോന്നും, പക്ഷേ ആ ഒരു നിസ്സാരമായ വാക്ക് മതി. നോക്ക് നിങ്ങൾ, വിശുദ്ധ ഖുർആൻ പേരെടുത്തുകൊണ്ട് പറഞ്ഞു, നരകത്തിലാണെന്ന് പറഞ്ഞു, ജീവിച്ചിരുന്നപ്പോൾ തന്നെ പറഞ്ഞു. ആരെപ്പറ്റി? അബൂലഹബിനെ പറ്റി. അബൂലഹബ് പറഞ്ഞ ഒറ്റ വാചക, പ്രവാചകനെ എതിർത്ത, ചീത്ത പറഞ്ഞ് ഉപദ്രവിച്ച വേറെ എത്ര ആളുകൾ ഉണ്ടായിരുന്നു, അവരുടെ ഒന്നും പേരെടുത്ത് പറഞ്ഞില്ലല്ലോ. ആദ്യമായി ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞപ്പോൾ ആ സദസ്സിൽ പ്രവാചകനെതിരെ ശബ്ദമുയർത്തിയ അബൂലഹബ് പറഞ്ഞ ഒരു വാക്ക്, തബ്ബല്ലക് യാ മുഹമ്മദ്, ഏ മുഹമ്മദേ നിനക്ക് നാശം. അതേ പദം കൊണ്ട് തന്നെ അല്ലാഹു തിരിച്ചു മറുപടി കൊടുത്തു. ഒരു സൂറത്ത് തന്നെ ഖുർആനിൽ അവതരിപ്പിച്ചു. അബൂലഹബും അവന്റെ ഭാര്യയും നരകത്തിലാണെന്ന് പറഞ്ഞു. അവർ ജീവിച്ചിരുന്നപ്പോൾ തന്നെ നരകത്തിലാണെന്ന് ഖുർആൻ പറഞ്ഞു. തബ്ബത് യദാ അബീ ലഹബി വതബ് മാ അഗ്ന അൻഹു മാലുഹു വമാ കസബ് സയസ്ലാ നാറൻ ദാത ലഹബ് വംറഅതുഹു ഹമ്മാലതൽ ഹതബ് ഫീ ജീദിഹാ ഹബ്ലുൻ മിൻ മസ്ദ്. നമ്മുടെയൊക്കെ നാവിൽ നിന്ന് വരുന്ന ഒരു വാക്ക് മതി. ഒരാളെ വേദനിപ്പിക്കുന്ന, പരിഹസിക്കുന്ന, കുറ്റപ്പെടുത്തുന്ന ഒരു വാക്ക് മതി, നമ്മൾ നശിക്കാൻ അത് കാരണമായി തീരും. അതുകൊണ്ട് നമ്മുടെ നാവിൽ നിന്ന് നല്ലതേ വരാവൂ, നന്മയെ വരാൻ പാടുള്ളൂ. നല്ലത് പറയാനില്ലയോ, മിണ്ടാതിരിക്കുക, സൈലന്റ് ആയിരിക്കുക, നമ്മുടെ ജീവിതത്തെ ശുദ്ധീകരിക്കുക. നാം ചെയ്യുന്ന അമലുകൾ പോലും, നമ്മൾ ചെയ്യുന്ന അമലുകൾ പോലും നഷ്ടപ്പെടാൻ നമ്മുടെ നാവ് കാരണമാകും. മറ്റുള്ളവരെ ചീത്ത പറയലും, നമ്മൾ കൊടുത്തതെല്ലാം എടുത്തു പറഞ്ഞുകൊണ്ട് അവരെ ആക്ഷേപിക്കലും. വിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനൂ ലാ തുബ്തിലൂ സ്വദഖാതികും ബിൽ മന്നി വൽ അദാ. നിങ്ങളുടെ സ്വതക്ക നിങ്ങൾ ബാത്തിലാക്കരുത്. ചെയ്തതൊക്കെ എടുത്തു പറഞ്ഞുകൊണ്ടും
മറ്റുള്ളവരെ അതിന്റെ പേരിൽ ഇടങ്ങേറാക്കിക്കൊണ്ടും നിങ്ങളുടെ സ്വതക്ക നിങ്ങൾ തന്നെ നഷ്ടപ്പെടുത്തരുത്. നമ്മുടെ നമസ്കാരം, നമ്മുടെ സക്കാത്ത്, നമ്മുടെ നോമ്പ്, നമ്മുടെ ഹജ്ജ്, നമ്മുടെ ഖുർആൻ പാരായണം, നമ്മുടെ ദിക്ർ, ദുആ, സ്വലാത്തുകൾ, ഇതൊക്കെ നിങ്ങൾ മറ്റുള്ളവരെ കുറിച്ച് പരദൂഷണം പറഞ്ഞു നടന്നാൽ നാളെ പരലോകത്ത് നിങ്ങളുടെ അമലുകളെല്ലാം നഷ്ടപ്പെട്ട് അങ്ങനെ ഒന്നുമില്ലാത്തവനായി മുഫ്ലിസായി പാപ്പരായി നരകത്തിലേക്ക് പോകുന്ന അവസ്ഥ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് വിശദീകരിച്ച് തന്നിട്ടുള്ളതാണ്. അതുകൊണ്ട് നാം ചെയ്യുന്ന നന്മകൾ നമ്മൾ തന്നെ നശിപ്പിക്കരുത്. ജീവിതം ശുദ്ധീകരിക്കുക, നാവിനെ നിയന്ത്രിക്കുക, നല്ലത് മാത്രം പറയുക. അല്ലാഹു സുബ്ഹാനഹു വ തആല യഥാർത്ഥ ഇബാദുർ റഹ്മാനിന്റെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.